RSS പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി. CPM പ്രവർത്തകരായ 5 പേരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. 2018 ഫെബ്രുവരി 11-നാണ് CPM പ്രവർത്തകർ വീട്ടിൽ അതിക്രമിച്ച് കയറി RSS പ്രവർത്തകരായ സഹോദരങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ, ശിക്ഷാവിധി അടക്കമുള്ളവ ഈ ഘട്ടത്തിലുണ്ടോ? മിഥുൻ. പ്രജിത്ത്, 2018-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2018 ഫെബ്രുവരി 11-ന് സഹോദരങ്ങളുടെ വീട്ടിൽ, അതായത് റിജിൻ, റിജേഷ് എന്നീ RSS സ്വയംസേവകരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെ മുന്നിലിട്ട് ഇവരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട 5 CPM പ്രവർത്തകരെ പ്രതിയാക്കിക്കൊണ്ട് തന്നെ അന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 8 വർഷങ്ങൾക്കിപ്പുറം കോടതി വിധി പറയുന്നൊരു സാഹചര്യമുണ്ടായത്. അതിൽ കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇവർക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കുന്നതാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 4 കണ്ടെത്തിയിരിക്കുന്നു. ഈ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. CPM പ്രവർത്തകരായ ദിബിൻ, ഷെറിൻ, നിഖിൽ, ഷാജിത്ത്, സൂരജ് എന്നീ CPM പ്രവർത്തകരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. അമ്മയുടെ മുന്നിലിട്ടാണ് ഈ 2018 ഇത്തരമൊരു സംഭവം നടന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ CPM പ്രവർത്തകർ അതിക്രമിച്ച് വീട്ടിൽ കയറുകയും അമ്മയുടെ മുന്നിലിട്ട് ഈ റിജിനെയും റിജേഷിനെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ശരീരത്തിൽ ആകമാനം വെട്ടേറ്റ് ഇരുവരും ഏറെ നാൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഏതായാലും അർഹിച്ച നീതി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട അന്തിമ വിധി, ശിക്ഷാവിധി തിങ്കളാഴ്ച തലശ്ശേരി കോടതി പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ വിധി പറയും. ഇന്നിപ്പോൾ ഈ 5 പ്രതികളും കുറ്റക്കാരാണെന്നാണ് തലശ്ശേരി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രജിത്ത്. ഓക്കെ, മിഥുനാണ് ഈ നിർണായകമായ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.